നമസ്കാരം. ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട് മുണ്ടക്കൈയിലെത്തി നടൻ മോഹൻലാൽ. ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനിക വേഷത്തിലാണ് സ്ഥലം സന്ദർശിക്കാൻ എത്തിയത്. ദുരന്തബാധിതരെ സന്ദർശിച്ച അദ്ദേഹം ദുരന്തഭൂമിയായ മുണ്ടക്കൈയിലേക്ക് തിരിക്കുകയായിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയത്. ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിതരെ കാണാൻ എത്തുന്നത്. ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്തഭൂമിയായ മുണ്ടക്കൈയിലും എത്തി. സൈനിക അകമ്പടിയിലായിരുന്നു യാത്ര. ഇന്ത്യ കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിൽ നടന്നത്. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചെടുക്കാനാവില്ല. മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. വയനാട്ടിൽ നടന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. നേരിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാകുന്നതാണ് ദുരന്തത്തിന്റെ തീവ്രതയെന്നും ദുരന്തഭൂമി സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞു. രക്ഷാപ്രവർത്തകർക്ക് ഊർജമേകുക എന്നതാണ് ലാലിന്റെ മുഖ്യ ലക്ഷ്യം. സൈന്യം കേരളത്തിൽ നടത്തുന്ന ഏറ്റവും ദുഷ്കരമായ രക്ഷാദൗത്യമാണ് മുണ്ടക്കൈയിൽ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ സേനയുടെ ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാൾ കൂടിയായ ലാൽ എത്തിയത് ഏറെ വാർത്താ പ്രാധാന്യം നേടും. സൈനിക നേതൃത്വത്തോട് ലാൽ കാര്യങ്ങൾ തിരക്കി. കൂടിയാലോചനകളും ഉണ്ടായി. അതിനുശേഷമാണ് ദുരന്തബാധിത സ്ഥലത്തേക്ക് പോയത്. എല്ലാവരും സഹായിക്കുന്നത് വലിയ കാര്യമാണ്. സാധാരണക്കാർ മുതൽ സൈന്യം വരെ എല്ലാവരും ദൗത്യത്തിന്റെ ഭാഗമായി. താൻ കൂടി അടങ്ങുന്നതാണ് മദ്രാസ് 122 ബറ്റാലിയൻ. കഴിഞ്ഞ 16 വർഷമായി താൻ ഈ സംഘത്തിലെ അംഗമാണ്. അവരടക്കം രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ നേരിട്ട് കാണാനും നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് താൻ വന്നത്. ബെയിലി പാലം തന്നെ വലിയ അത്ഭുതമാണ്. ഈശ്വരന്റെ സഹായം കൂടിയുണ്ട്. ദുരന്ത മേഖലയുടെ പുനരുദ്ധാരണത്തിനായി വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി ആവശ്യമെങ്കിൽ നൽകും. വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണം ഏറ്റെടുക്കും, മോഹൻലാൽ പറഞ്ഞു.